ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് പെയിൻ വരാറുണ്ടല്ലോ. അപ്പോൾ ആ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെയിൻ മാറ്റുന്ന ഒരു ഡ്രിങ്ക്, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ വീട്ടിലെ റൂമിനകത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്ത് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് അവിടെ പാട്ടിട്ടേക്കണം. അപ്പം സംസാരിക്കാൻ ഒന്നും എനിക്ക് മയക്കൊന്നുമില്ല. അപ്പം ഞാൻ സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ റൂമിനകത്ത് കഥയൊക്കെ അടച്ചിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെട്ടമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, പീരീഡ് സമയത്ത് നമുക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പെയിനാണ് എനിക്ക് പീരീഡ് സമയത്ത് വരുന്നത്. എനിക്ക് ചെറുപ്പത്തിലൊക്കെ, അതായത് കല്യാണത്തിന് മുന്നേ ഒക്കെ എനിക്ക് അത്ര അങ്ങനെ ചെറിയൊരു പെയിനാണ്, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പെയിൻ വന്നിട്ട് എനിക്ക് മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും പെയിനാണ്. കാരണം നല്ല പെയിനാണ്. ഞാൻ പെയിൻ കില്ലേഴ്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മാസം പീരീഡ്സ് ആകുമ്പോൾ ഞാനൊരു 3-4 പെയിൻ കില്ലറൊക്കെ ഞാൻ കഴിക്കും. കാരണം എനിക്ക് 3-4 ദിവസമൊക്കെ പെയിൻ കില്ലർ കഴിക്കാതെ എനിക്ക് പിടിച്ച് നിൽക്കാനേ പറ്റത്തില്ല. ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാൻ 2-3 പെയിൻ കില്ലറൊക്കെ കഴിക്കാറുണ്ട്. അല്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ വീണ് പോകും എവിടെയെങ്കിലും, അത്രയ്ക്ക് എനിക്ക് വേദനയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനെ ഗുളിക കഴിക്കുന്നത് നമുക്ക് യൂട്രസിനൊക്കെ ഭയങ്കര കേടാണ്, നമുക്ക് പിന്നീട് ഭാവിയിൽ വേറെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഈ പെയിൻ കില്ലർ ഒഴിവാക്കിയിട്ട് ഞാനൊരു ഡ്രിങ്ക് ആണ് ഞാൻ കുടിക്കുന്നത്, ഒരു പെയിൻ മാറ്റുന്ന ഒരു ഡ്രിങ്ക്. സത്യം പറഞ്ഞാൽ അത് കുടിച്ചതിന് ശേഷം എനിക്ക് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല പെയിനൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ പെയിന് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂട്രസ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് പെയിൻ വരുന്നത്. അതായത് കോൺട്രാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പം ആ സമയത്താണ് നമുക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടാകുന്നത്. യൂട്രസ് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു വേദന കുറവ് വരും. നമുക്ക് കൂടുതലും സമയം വേദന ആയിരിക്കും. അതായത് കൂടുതൽ സമയം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വേദന വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയമായിരിക്കും യൂട്രസ് റിലാക്സ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പം ഇങ്ങനെ നന്നായിട്ട് വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നന്നായിട്ട് നല്ല പെയിൻ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെയിൻ കില്ലർ ഡ്രിങ്ക്, നമുക്ക് ഒരു കേടുമില്ലാത്ത, നമ്മുടെ ബോഡിക്കൊന്നും ഒരു കേടുമില്ലാത്ത, ഒരു ഹാനികരമല്ലാത്ത, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളിതും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഒരു 2-3 മാസം കൂടി ഞാനിത് ട്രൈ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്, വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പീരീഡ്സ് ആവുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കണം. ഇനി റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്നവരല്ല എങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് പീരിയഡ്സ് വന്നു, നമുക്ക് പെയിൻ വരാൻ പോവാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ സമയത്ത് നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കണം. ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ കുടിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത്. കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കിത് നല്ല റിലാക്സേഷൻ കിട്ടും, നല്ല പെയിൻ ഒരുപാട് മാറി. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് നല്ല പെയിനാണ്. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ പെയിൻ കില്ലർ കഴിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് തന്നെ ഒരു രാവിലെ ഉച്ചയ്ക്കൊക്കെ ഞാൻ വാങ്ങി കഴിക്കും. കാരണം എനിക്ക് പെയിൻ കില്ലറില്ലാതെ എനിക്ക് പറ്റത്തില്ല, അത്രയും വേദനയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിലൂടെയാണ് എനിക്ക് നല്ല ആശ്വാസം കിട്ടിയത്. പെയിൻ കില്ലർ കഴിക്കാതെ തന്നെ എനിക്കിപ്പം വേദനയൊക്കെ കുറവുണ്ട്. പിന്നെ മുമ്പ് ഞാൻ വേറെ ഒരു ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇതുപോലെ ഇത്രയും എഫക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് സത്യം പറഞ്ഞാൽ നല്ല എഫക്റ്റീവാണ്, നമുക്ക് നന്നായിട്ട് പെയിൻ മാറും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇതാണ് പാലാണ് നമുക്ക് വേണ്ടത്. ഞാനത് നേരത്തെ തന്നെ തണുപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് അതുപോലെ ഉലുവ, തലേ ദിവസമേ ഉലുവ കുതിർത്തെടുക്കണം, വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി അഥവാ തലേ ദിവസം നിങ്ങൾക്ക് കുതിർക്കാനായിട്ട് പറ്റിയില്ല, മറന്നുപോയി എന്നുണ്ടെങ്കിൽ, പിന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലോട്ട് ഉലുവ ഇട്ടതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വെള്ളം ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം വേണ്ടത് കായമാണ് കേട്ടോ. കായപ്പൊടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ കായമില്ലായിരുന്നു.
കായല്ല, കായപ്പൊടി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കട്ടയാണ് ഉണ്ടായിരുന്നത്, കായത്തിൻ്റെ കട്ട. അപ്പോൾ ഞാൻ ഈ പാല് തിളപ്പിച്ചപ്പോൾ ആ പാലിലോട്ട് ഈ കായത്തിൻ്റെ കട്ടയും കൂടെ ഇട്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി നമ്മൾ ഈ സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. നമ്മൾ പച്ച മഞ്ഞളുടെ പൊടി ഉണ്ടല്ലോ വീട്ടിലൊക്കെ ഉള്ള, ആ പച്ച മഞ്ഞളുടെ പൊടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇത് നമുക്ക് കുടിക്കാം. അപ്പോൾ കായത്തിൻ്റെ ഇത് ഇടാൻ മറക്കരുത് കേട്ടോ. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഞാൻ അതിന് പകരം കായത്തിൻ്റെ കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമ്മൾ എങ്ങനെ ഞാൻ അത് കുടിച്ചുകൂടെ കാണിച്ചു തരാം. പിന്നെ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ പീരീഡ് സമയത്തൊക്കെ പാൽ കുടിക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ച് ആരോഗ്യം കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ വയറൊക്കെ ക്ലീൻ ചെയ്യാനും ഈ പാല് നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.